चिकन बिरयानी, मछली अंडा चिकन मछली ഫൈനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ജോളാർപേട്ടൈ ജംഗ്ഷൻ. ജംഗ്ഷൻ കണ്ടോ, അതിന്റെ ഗ്ലാസ് ഒക്കെ കണ്ടോ, നല്ല തണുപ്പാ, രക്ഷയില്ല തണുപ്പ്. ആണോ പോറ எந்த டைமில் இந்த மாதிரியா இங்க நல்ல குளிர் இருக்கு. உங்க ஊரு நல்ல குளிர், அங்க குளிரൊക്കെ പോയി இந்த கிளைமேட் அடிச்சா பிடிச்சிட்டு പണി പാടില്ല തോന്നുന്നത്. സംഭവം ലോക്കാണ്, ഞാൻ അതിൻ്റെ ഉള്ളിലാണ്, ഞാൻ ലോക്കാക്കി ഗൈസ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു യാത്ര പോകാൻ ഒരുങ്ങിയിട്ടാണുള്ളത്. എന്നത്തെയും പോലെ ഷൊർണൂർ ജംഗ്ഷൻ നമ്മളെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 145 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് ജോളാർപേട്ടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കാട്ട്പാടി വഴി ചെന്നൈയിലേക്ക് പോകുന്ന MGR ചെന്നൈ സെൻട്രൽ. ഈ ഒരു ട്രെയിനിനെ കുറിച്ചിട്ട് പിന്നെ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല തിരക്കായിരുന്നു കേട്ടോ, സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് ബെർത്തിൻ്റെ മേലെ ബാഗൊക്കെ സെറ്റാക്കിയിട്ട് ഈ ഒരു യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ഈ ഒരു യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കണക്റ്റ് ആവില്ല. പോത്തന്നൂരിൽ നിന്നും ഡൈവേർട്ടായിട്ട് വേറൊരു റൂട്ട് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. സീറ്റൊന്നും കിട്ടാതെ കട്ട പോസ്റ്റായ നേരത്തൊക്കെ കുറേ കമ്പനികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരായിരുന്നു ആകപ്പാടുണ്ടായിരുന്നത് ആശ്വാസം. അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഈറോഡ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല വിശപ്പായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ട്രെയിനിൽ നിന്ന് ഒന്നും കഴിക്കാറില്ല, പക്ഷെ ഗതികേട് കൊണ്ട് 3 ദൊഡലിയും സാമ്പാറും വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഗൈസ്, നമ്മൾ ആ വാങ്ങിയ ഫുഡൊക്കെ എന്താ പറയുക, ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റായില്ല. നൈസായിട്ട് ദാണ്ട അവിടെ വരെ പോയിട്ട് അവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടോ, അവിടെ ഭയങ്കര ചെക്കിങ് ആയിരുന്നു കേട്ടോ. അതായത് റോങ് ആയിട്ടുള്ള ആരെ കണ്ടു കഴിഞ്ഞാലും ആധാർ കാർഡ് ചോദിക്കും. ആധാർ കാർഡ് കയ്യിലില്ലെങ്കിൽ ഫുള്ള് ചെക്കിങ് ആണ്. ഫുൾ ചെക്കിങ് പറഞ്ഞാൽ ഫുൾ ചെക്കിങ്. അപ്പോൾ ഇവിടെ റിലാക്സേഷൻ മസാജിൻ്റെ ഒരു ക്യാബിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നല്ലൊരു പരിപാടി അല്ലേ. എത്ര രൂപയോ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ട്രെയിൻ എന്തായാലും ഹോൺ അടിച്ചിട്ടുണ്ട്, കയറാൻ നോക്കാം. വണ്ടി എടുത്തിട്ടുണ്ട്. കഴിച്ച ഫുഡ് പറ്റിയില്ല, വേറെ എന്തെങ്കിലും കഴിക്കാനുള്ള ബോട്ടും പോയി. നിൽക്കുന്ന നേരത്താണ് ഒരാൾ നമ്മുടെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് അന്തസ്സാണ്. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം ആൾക്കുള്ള ഫുഡുള്ളൂ, പിന്നെ നമ്മളതിൽ കൈയിട്ട് വരിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ സ്റ്റോക്ക് ചെയ്തോളാം. ഡ്രൈവറിൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ 10 വയസ്സില്ലാത്ത ഫുഡാണ്. നമ്മൾ സേലം ജംഗ്ഷൻ താണ്ടിയിട്ട് പോയിക്കിട്ടേ ഇരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റോപ്പാണ്. ഏകദേശം 2 മണിക്കൂറോളം വീണ്ടും വരുന്നുണ്ട് റണ്ണിങ്. അങ്ങനെ സേലത്ത് നിന്നൊക്കെ ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്, ജോളാർപേട്ടൈ ജംഗ്ഷൻ. എന്തോ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ട് തന്നെ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതായത് ചെന്നൈ റൂട്ട് തന്നെ ഫസ്റ്റ് ടൈമാണ്. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈമിന് എന്തായാലും ഇനിയിപ്പോൾ ആളെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ആളിവിടെ എത്തിയിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. ഒരു 12-1 മണിയൊക്കെ മുന്നേ ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടെ വെയിറ്റ് ഇല്ലാതെ വേറെ വഴിയൊന്നുമില്ല, നേരെ വിളിക്കണ വരെ. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ ഉറക്കമൊക്കെ ഒന്ന് പോയി. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിടന്നുറങ്ങാനുള്ള പരിപാടികൾ നോക്കുമായിരുന്നു. പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. സൗണ്ടൊക്കെ മാറി, ആകെ സീനൊന്നും പറഞ്ഞ പോരാ, ആകെ സീന. സൗണ്ടൊക്കെ മാറി, ഭയങ്കര തൊണ്ടവേദന, മൂക്കൊക്കെ അടഞ്ഞ്. തണുപ്പൊന്നുമില്ല, എന്നാലും ഇവിടെ നമുക്ക് ഇതുപോലെ ഉറക്കമൊപ്പിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ സൈറ്റ് ഏതാണെന്നൊന്നും അറിയില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിംഗിൾ റൂംസൊക്കെ 200-300 രൂപ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്, നമ്മളറിയാതെ പോകുന്നതാണ്.
നമ്മൾ പുറത്തൊക്കെ പോയിട്ട് റൂം എടുത്തിട്ട് വെറുതെ പൈസ കളയാനാണ്. 200 റുപ്യക്കൊക്കെ സിംഗിൾ റൂം കിട്ടുക പറഞ്ഞാൽ അതിൽ ലാഭത്തിൽ വേറെ കിട്ടൂലല്ലോ. പിന്നെ ഈ ഒരു യാത്രയിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് നമ്മളൊരു മലയാളീസിനെ പോലും കണ്ടിട്ടില്ല. ഫുള്ള് ഹിന്ദിക്കാരും ഫുള്ള് തമിഴാണ് കേട്ടോ. നമ്മൾ തമിഴൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ചെന്നൈ തമിഴ്, ഇത് വേറെ സീന്. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ജോളാർപേട്ട്. ഫോണിൽ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നൈസായിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഈ വഴി ഒരുപാട് ആളുകൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴി ഇറങ്ങാവുന്നതാണ്. ഈ ഒരു നട്ടപ്പാതിരാക്ക് തണുപ്പിനൊരു ആശ്വാസം പകരാനായിട്ട് പഴയൊരു തമിഴ് പാട്ട് എവർഗ്രീൻ ഹിറ്റ്സിൻ്റെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി കിട്ടുകാച്ചി ഒരു ചായ കുടിച്ചാലോ? അതും നല്ല വെള്ളം തൊടാത്ത തമിഴ്നാട് സ്പെഷ്യൽ ടീ. അടിപൊളിയായിരിക്കില്ലേ? അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:30. ആണ്ടിലും നൂറ്റാണ്ടിലും വല്ല ട്രെയിന് വന്നു. ആളും ബഹളം ഒന്നുമില്ലാത്ത പ്ലാറ്റ്ഫോമിൽ സുരക്ഷയുടെ കാര്യത്തിൽ നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. പക്ഷേ നമുക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ കിടന്ന് ഉറങ്ങാൻ നോക്കാം. അപ്പോൾ കഴിച്ച് ഞാനവിടെ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങിട്ടോ. പക്ഷെ പറ്റുന്നില്ല, അമ്മാതിരി തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആളെ വിളിച്ച്, ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്, 4 മണിയായിട്ടുള്ളൂ. ബസ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ഈ സമയത്ത്. ഇതൊക്കെ എങ്ങോട്ട് പോകണം ബസ്സാണെന്നൊരു പിടുത്തല്ല. ഒന്നാമത് ലൊക്കേഷൻ എനിക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ ആളെ വിളിച്ചിട്ട് ഓട്ടോക്കാരെടുത്ത് കൊടുത്തപ്പോൾ ഓട്ടോ കണ്ടീഷൻ കണ്ടട്ടാ, അതിൻ്റെ ഗ്ലാസ്സൊക്കെ കണ്ടോ, നല്ല തണുപ്പാ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അണ്ണാ പോറാ, ലൊക്കേഷൻ തെരിയില്ല, നല്ല തണുപ്പ്. എന്തായാലും ഞാൻ അവിടെ എത്താൻ നോക്കാം. ഉറങ്ങിയിട്ടില്ല നേരങ്ങളിൽ, ഒരു അരമണിക്കൂറൊന്ന് നൈറ്റായിട്ട് കണ്ണെമ്പിട്ടുള്ളൂ. തണുപ്പുകൊണ്ട് മുടിയാറ്, പിന്നെ ബാഗ് എന്നൊക്കെ പടം വലിച്ചിട്ടിട്ട് അതൊന്നും ശരിയാവില്ല. ജോളാർപേട്ട അടുപ്പിച്ചിട്ടാ, ഞാനാണെങ്കിൽ ചെറുക്കി പോലും ഒടിച്ചിട്ടിട്ടില്ല. ഒന്നാമത് ഞാൻ ആ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല. തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നമ്മളെ നാട്ടിൽ തണുപ്പ് പോയല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പിന്നെ തമിഴ്നാടാണല്ലോ, നല്ല ചൂടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു പെടൽ കൊണ്ടെടുത്ത് ഞാൻ വിചാരിച്ചില്ല. അണ്ണാ എവലം കിലോമീറ്റർ ഇருக்கு ഇങ്ങേന്ന്? 9 കിലോമീറ്ററാ? പടച്ചോനെ, 9 കിലോമീറ്റർ ഉണ്ട്. 9 കിലോമീറ്റർ കൂടി തണുപ്പിൽ സഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്നാളാ അവിടെ ഒരു ബോർഡ് കണ്ടാ, മേട്ടൂർ 142 കിലോമീറ്റർ, ഏർക്കാട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അതായത് 119 കിലോമീറ്റർ ഉണ്ട് ഏർക്കാട്. രാവിലെ എവിടെയെങ്കിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ നൈസായിട്ട് അവിടെ എന്തൊക്കെ പരിപാടികളുള്ളതൊക്കെ ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ പോകണം. നമുക്കുള്ള മുതലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ വേക്കൻസികൾ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയാൽ വെച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും ഒരു എന്താ പറയുക, മിനി ഊട്ടി എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം വെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഊട്ടി ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു സ്പോട്ട് വരുന്നുണ്ട്, ഏർക്കാട്. അടിപൊളി ഹിൽസ് ഒക്കെ ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ച് വന്നാണ്. പക്ഷെ ഇവിടെ നിന്ന് 119 കിലോമീറ്റർ അങ്ങോട്ട് പോവാനുണ്ട്. അത് സേലം ഭാഗത്താണ്. അപ്പൊ നമ്മൾ സേലത്ത് നിന്ന് ഒരുപാട് ദൂരം. അണ്ണാ സേലത്ത് നിന്ന് എவ்வளவு കിലോമീറ്റർ ഇരിക്കീങ്ക? സേലത്ത് എവ്വളോ 130. അതാണ് നമുക്ക് പറ്റിയ പറ്റല്. അതായത് ഞാൻ വിചാരിച്ചത് സേലാണെന്നാ. ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് അറിയണത് സേലത്തല്ല. സേലത്ത് നിന്ന് 2 മണിക്കൂറോളം ട്രെയിനിൽ ഇരിക്കാനുണ്ട് ജോളാർപേട്ട്.
ഇപ്പൊ കണ്ടില്ല 119 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഏർക്കാട് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് നമുക്ക് പോകാനുണ്ട്. സേലത്ത് നിന്ന് കുറച്ച് ദൂരമുള്ളൂ. 130 കിലോമീറ്റർ ഇവിടുന്ന് സേലത്തേക്ക് ഉണ്ട് കേട്ടാ. ഇത് റൂട്ടേ മാറിடுச்சு. எங்க இருக்குன்னு நாளை பார்க்கலாம். எங்க இருக்கு எப்படி இருக்கு ஒண்ணுமே தெரியாது. இந்த ഓട്ടോയിലേ ഏറി இந்த കുളിരും കൊണ്ട് പോയിക്കിട്ടേ ഇരിക്കുന്നത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുന്നേ, ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഇന്നലെ ഞാൻ 4 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പോൾ എൻ്റെ അടുത്ത് ഓണർ വന്നിട്ട് പറഞ്ഞു റെഡിയാവ്, ഷോപ്പിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എങ്ങോട്ട് വന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ ഓട്ടോക്കാരനെ വിളിച്ച് ഓണറിനെ വിളിച്ചിട്ട് ഓട്ടോക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ആളെന്നെ എവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ട്. ഞാൻ സ്ഥലം കാണിച്ചു തരാം, പുറത്തോട്ട് പോയിട്ട്. ഇതാണ് ഇവിടെയുള്ള കാഴ്ചകൾ. അങ്ങോട്ട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ദാണ്ടെ അവിടെ ഒരു മലയൊക്കെ കാണുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രകൃതിയാണെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. തുറക്കാനും പറ്റണല്ലോ. ഇതെന്ത് ജയിലോ? ലോക്ക സംഭവം ലോക്കാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ലോക്കാക്കി ഗൈസ്. ദൂരെ മലനിരകൾ കാണുന്നുണ്ട്. അതിൽ ഒരാശ്വസിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ആള് വരുമ്പോഴേക്ക് റെഡി ആവാൻ പറഞ്ഞിട്ട് ആള് പോയത്. ഞാൻ ഉറങ്ങല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ലോക്ക് ചെയ്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തരയിലൊക്കെ ആവട്ടെ അല്ലേ. അപ്പോൾ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത്. അവിടെ പോയാൽ അറിയുള്ളൂ എന്താണ് പരിപാടി, എങ്ങനെയാണ് പരിപാടി എന്ന്. ഓണർ വരുന്നത് മലയാളിയാണ്. പിന്നെ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് എന്നാണ് കേട്ടറിവ് കിട്ടിയത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ വന്നപ്പോൾ അവരെല്ലാവരും ഉറങ്ങായിരുന്നു, ഞാനും ഉറങ്ങി. പിന്നെ എന്തരാണ് ഏതാണെന്നൊക്കെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ജസ്റ്റ് എങ്ങോട്ടാണ് വന്നത്, എന്തിനാണ് വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ടൈം കേരളം വിട്ടിട്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ തമിഴ്നാട്ടിലാണ് വർക്ക് എടുത്തിട്ടുള്ളത്. ഇവിടെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജീവിതം മുന്നോട്ട് പോകണം, യാത്രകളും അതുപോലെ ഒരുപോലെ തന്നെ കൊണ്ട് നടക്കണം എന്നുള്ളൊരു ഒറ്റ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എന്താണ് അവസ്ഥ, ഏതാണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് വഴിയേ കാണാം, വഴിയേ അറിയാം. അപ്പോൾ പിന്നെ വെൽക്കം ബാക്ക് ടു തമിഴ്നാടു ജോളാർപേട്ട്. എനിക്ക് സ്ഥലത്തിൻ്റെ പേര് പോലും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാട്ടാ. അപ്പോൾ പിന്നെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സൈനിങ് ഓഫ് പറയാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജോളാർപേട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക്